ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ വക്കീലേ, കല്യാണം കഴിച്ചുകൊണ്ട് പോയ വീട്ടിൽ നിന്ന് തന്നെയാ ഉപദ്രവം ഉണ്ടായത്. അവളുടെ അവസ്ഥ കുറച്ച് കഷ്ടവാ. ഇതിപ്പോ പരാതി നേരിട്ട് കോടതിയിലാണോ കൊടുക്കേണ്ടത്? എങ്ങനെ? ഓ, ആദ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം അല്ലേ? അപ്പൊ ചെയ്തവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. അവിടുന്ന് കേസ് കോടതിയിലേക്ക് പോകുന്നത് അല്ലേ വക്കീലേ? ഓ, എനിക്കിതൊക്കെ പുതിയ കാര്യമല്ലേ വക്കീലേ? അയ്യോ, ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാ. സർക്കാർ ആശുപത്രി തന്നെ പോണോ? അല്ല, കേസിന് ബലം കിട്ടാൻ അതാ നല്ലതെങ്കില് സർക്കാർ ആശുപത്രിയിലേക്ക് പോകാം. പോകാം. ഓ, എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്റെ കൊച്ചുമോളോട് ഈ ക്രൂരത കാണിച്ചത് ആരാണോ അവന് ശിക്ഷിക്കപ്പെടണം. അവരിനി എത്ര കാശുകാരായാലും എത്ര തറവാടികളായാലും ശിക്ഷിച്ചേ പറ്റൂ. മോളെ സൂര്യ, ഒരു പ്രശ്നമുണ്ട്. എന്താ സുകുമാരിയമ്മ ഇപ്പൊ ഏതോ വക്കീലിനോട് ഫോണിൽ സംസാരിച്ചു. എന്നിട്ട് അവരറിയാതെ ഞാൻ കേട്ടതാ. ആ വക്കീല് പ്രിയങ്കമോളെ ഇവിടുന്ന് സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് പോലീസിലൊരു പരാതി കൊടുക്കാനാ പറഞ്ഞത്. പരാതി കിട്ടിയ ഉടനെ തന്നെ പ്രിയങ്കയെ ദ്രോഹിച്ചവരെ അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു. സുകുമാരിയമ്മ എല്ലാം സമ്മതിച്ചിരിക്കുവോ? ഏട്ടാ, ഇത് അപകട. അങ്ങനെ ഒരു പരാതി പോയാ വരുണ്ണയായിരിക്കും ആദ്യം അറസ്റ്റ് ചെയ്യാം. പത്മിനി, ഞാനേ പ്രിയമോളെ ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. ഈ ഹോസ്പിറ്റലിൽ എന്താ കുഴപ്പം? ഇവിടെ എല്ലാ സൗകര്യം ഉണ്ടല്ലോ, പിന്നെന്താ മുത്തശ്ശി? സൗകര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ അത് ഞങ്ങൾക്കും കൂടെ ഒത്തുവരണ്ടേ. ഞാൻ അവളെ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലാക്കാനാ ഉദ്ദേശിക്കുന്നത്. പ്രിയങ്കയുടെ ഈ അവസ്ഥയിൽ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? ആ ബുദ്ധിമുട്ട് ഞങ്ങൾ അങ്ങ് സഹിച്ചു. കൊച്ചിനെ കൊണ്ടുപോയി ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രിയിലാക്കിയിട്ട് അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ പോണം. പോലീസുകാര് വരട്ടെ, കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തട്ടെ, കണ്ടെത്തുന്നവരെ ശിക്ഷിക്കട്ടെ. അതൊക്കെയല്ലേ അതിന്റെ ഒരു ശരിയായ രീതി.